മദർ ജനറൽ ഷോക്കടിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 2 സെൻറ്റൻസും കൂടി അച്ഛൻ പറയാൻ തുടങ്ങിയപ്പോൾ മദർ ജനറൽ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഫാദർ പ്ലീസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പുറത്തു വായു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ വിശ്വാസമല്ല. ദിസ് ഈസ് നോട്ട് വാട്ട് ഐ ആം സപ്പോസ് ടു ടീച്ച് ടു മൈ സ്റ്റുഡൻസ് ഓർ മൈ സിസ്റ്റേഴ്സ്. അങ്ങനെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലോകം നമ്മൾ കത്തോലിക്ക സഭയിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇതിപ്പോൾ നിങ്ങൾ ശുശ്രൂഷകരായതുകൊണ്ട് കൂടിയാണ് പറയണത്. ഇങ്ങനെയുള്ള പ്രത്യയശാസ്ത്രങ്ങളുടെ പുസ്തകങ്ങളും വീഡിയോകൾ ക്ലിപ്പുകളും എല്ലാം ഇന്ന് യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇതൊന്നും നമ്മുടെ തലയിൽ കയറ്റിയാൽ വിശ്വാസം ആവില്ല. മനസ്സിലാവുണ്ടോ എന്താ പറയണത്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനാണത്. ഇപ്പൊ നമ്മൾ വിശുദ്ധ കുർബാനയെ കുറിച്ച് തന്നെ പറയാനിടയായി. നമ്മൾ ഇന്നലെയും ഇന്നൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടപ്പോഴെല്ലാം വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആണോ ഇല്ലയോ? ഇല്ലേ? കൃപ നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമായിട്ട്. കൃപ ദൈവീകത, ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതാണ് കൃപ. അങ്ങനെ ലയിക്കുമ്പോൾ മാനുഷികതയെ ദൈവീകരിക്കുന്നു. ഈ ബോധ്യത്തോടെ വിശുദ്ധ കുർബാനയാവുന്ന അച്ചുതണ്ടിൽ നിന്നിട്ടാണ് നമ്മുടെ സകല ശുശ്രൂഷകളും. നമ്മുടെ ഏത് ശുശ്രൂഷയായാലും വിശുദ്ധ കുർബാനയാവുന്ന അച്ചുതണ്ടിൽ ആയിരിക്കണം നമ്മുടെ എല്ലാ ശുശ്രൂഷകളും. മിറ്റടിക്കുന്നവരായാലും, വെള്ളം കോരുന്നവരായാലും, കൗൺസിലേഴ്സ് ആയാലും, വചനപ്രഘോഷകരായാലും എല്ലാ ശുശ്രൂഷകളും വിശുദ്ധ കുർബാനയാവും. ഇത് വലിയൊരു തിങ്കിങ്ങാണ്. അവിടെയാണ് അടിസ്ഥാനം. എന്താണ് അടിസ്ഥാനം എന്ന് പറയുന്നത്? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷികമായ വിജ്ഞാനത്തിലാകരുത്, മറിച്ച് ദൈവശക്തി. ഇതൊന്ന് തുടങ്ങി. ഇതിന് നമ്മളിനി അടുത്ത ക്ലാസ്സിൽ വിശദത്തിൽ പോകാം. അപ്പോൾ നമ്മളിപ്പോൾ 5 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞാൽ കുർബാനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ ഈ കുർബാനയിൽ നമ്മൾ ഈ കേട്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിൽ ഒരു രൂപാന്തരീകരണം ഉണ്ടാകണം. ഏത് മേഖലയിൽ? സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ. സർവജ്ഞനായ ഭരണകർത്താവ്, ഈ ആശയം സർവാധിപനായ കർത്താവ്, ഈ ആശയങ്ങളെല്ലാം വെറും കുർബാനയിലെ ഒരു പാട്ടല്ല. അത് വെറും ഒരു പാട്ടല്ല, വെറും ഒരു പ്രാർത്ഥനയല്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ആ ബോധ്യത്തോടെ ഈ കുർബാന നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദൈവജ്ഞാന അനുഭവമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചെറിയ ഇടവേള, ഉടനെ കുർബാന.